വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഹോണ്ട നമ്മുടെ ഇന്ത്യയിലേക്ക് 3 SUVs ആണ് കൊണ്ടുവരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹോണ്ട അധികം കാശൊന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ആണ് അവരുടെ അമേസിൻ്റെ പുതുക്കിയ പതിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത് അവർ ഓരോ വർഷം ഓരോ മോഡൽസുകളായിട്ട് പുറത്തിറക്കുമെന്നാണ് ഹോണ്ട പറയുന്നത്. അപ്പോൾ 2025 കൂടി നമ്മുടെ ഹോണ്ട അവർ കൊണ്ടുവരാൻ പോകുന്ന 3 SUVs ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോണ്ടയുടെ ZR-V എന്ന് പറയുന്നതാണ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിഡ് സൈസ് SUV-കളാണ് കൂടുതൽ വിൽപ്പനയെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹോണ്ട ഈ ഒരു കാറ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹോണ്ട ഇതിന് നൽകുന്നത് ഒരു 1.5 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 176 bhp 214 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ ഒരു EHEV പവർ ടെറൈൻ സിസ്റ്റവും കൂടി കൊണ്ടുവരുന്നുണ്ട്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിന് ഏകദേശം 2 ഇലക്ട്രിക് മോട്ടറും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം 181 bhp കരുതും. അതുപോലെ തന്നെ 315 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തോട് വരികയാണെങ്കിൽ അവിടെ ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, 10.2 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ADAS, പാനറോമിക് സൺറൂഫ്, അങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും നൽകുന്ന അതേ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിന് നൽകുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എലിവേറ്റിൻ്റെ 7 സീറ്ററാണ്. ഇത് നമ്മുടെ എലിവേറ്റിന് തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വണ്ടി തന്നെയാണ്. ഇതൊരു 3 റോ പാസഞ്ചർ സീറ്റ്സും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ആ സിമിലർ എലിവേറ്റ് ആയിട്ടുള്ള ലുക്കൊക്കെ തന്നെയായിരിക്കും ഇതിന് നൽകുന്നത്. ഇതിൻ്റെയും ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെ പാനോറോമിക് സൺറൂഫ്, 360 ക്യാമറ, പിന്നെ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ അല്പം കൂടാൻ ചാൻസ് ഉണ്ട്, കാരണം വണ്ടിയുടെ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പവർ അല്പം ഒന്നും കൂടെ ട്യൂണിംഗ് ഒക്കെ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. പിന്നെ ഇത് 2026 കൂടിയായിരിക്കും പുറത്തിറക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റും കൊണ്ടുവരാൻ പോകുന്നത് എലിവേറ്റിൻ്റെ EV ആണ്. ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എലിവേറ്റിനെ ബേസൊക്കെ ചെയ്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്പെസിഫിക് എല്ലാം അങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ പാനോറമിക് സൺറൂഫ് ഉണ്ടാവും, വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ടാവും, സീറ്റ് ഹീറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ 40 കിലോവാട്ടിൻ്റെയും 50 കിലോവാട്ട് അവരുടെ ബാറ്ററി പാക്കൊക്കെയാണ് വരാൻ പോകുന്നത്. 400 കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് ഇവരിപ്പോൾ പറയുന്നത്. അപ്പോൾ 2026-27 കൂടിയാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾക്കിഷ്ടമുള്ള ഹോണ്ടയുടെ കാർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.